ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, യാ ദ ഗോട്ട്. ഈ ഗോട്ട് എന്ന പേര് എല്ലാം കൊണ്ടും സത്യമാവുന്ന രീതിയിലേക്കാണ് സംഗതികൾ പോകുന്നത്. സത്യം. സെപ്റ്റംബർ 5 വരെ ഇങ്ങനെയൊക്കെയാണ്. അതിനുശേഷമുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ശരിയാ. അതിന്റെ ഭാവിക്കനുസരിച്ചാണല്ലോ കാര്യങ്ങളൊക്കെ വരിക. സിനിമേന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും പിന്നീടുള്ള ഗോട്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ. എന്താണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്നത്തെയും ഒരു ഗോട്ടായിട്ട് തന്നെ കിടക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. സിനിമയിലെ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമ ആവട്ടെ. എന്തായാലും വിജയുടെ കരിയറിൽ ഇത്രയും വലിയൊരു റിലീസ് ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ്. വിജയുടെ കരിയറിൽ മാത്രമല്ല, തമിഴിൽ തന്നെ തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. കാരണം തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററിലും സെപ്റ്റംബർ 5 സിനിമ റിലീസ് ചെയ്യും. അതും എയും ബിയും സിയും അങ്ങനൊന്നുമില്ല, എ ക്ലാസ് ബി ക്ലാസ് ഒന്നുമില്ല, എല്ലാ തിയേറ്ററിലും സെഡില് വരെ നടക്കും സിനിമ റിലീസ് ചെയ്യും. അതൊരു ഭയങ്കര നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഈ എല്ലാവർക്കും എ ക്ലാസ് തിയേറ്ററിലും ബി ക്ലാസ് തിയേറ്ററിലൊന്നും പോയി കാണൽ നടക്കില്ല. അപ്പം സാധാരണക്കാർക്കും കൂടി കാണാൻ വേണ്ടി ആയിരിക്കണം. ഞാൻ അങ്ങനെ തന്നെ നോക്കി പിന്നെ ഞാൻ നോക്കി കാണുന്നത് എങ്ങനെ അറിയാം? അതായത് വിജയുടെ കരിയറിൽ ഇനി മേ ബി ഒരു സിനിമ കൂടി ഉണ്ടാവാം. അത് നമ്മളതിലേക്ക് വരാം. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. അതായത് ദളപതി 69. അതിന് മുൻപുള്ളൊരു സിനിമ. ഇനി അതായത് രാഷ്ട്രീയത്തിലേക്ക് പോയിട്ട് ഇനി ആള് സിനിമകളൊന്നും ചെയ്യൂല എന്നുള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം വരുന്ന 2 സിനിമകളാണുള്ളത്. അതിലൊന്നാണ് ആദ്യം വരുന്ന സിനിമയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഈ സിനിമക്കുള്ള ഒരു ട്രിബ്യൂട്ട്, അതേപോലെ വിജയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ടാണിത്. എല്ലാ തിയേറ്ററിലും സിനിമ ഇറക്കാന്നുള്ളത്. ആ രീതിയിലാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അത് നന്നായി. ഏതായാലും ആ നോക്കിക്കാണുള്ളത് വളരെ നല്ലൊരു നോക്കിക്കാണുള്ള. അതായത് ഇപ്പൊ നീ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് അതിനു മുൻപും അതേ അവസ്ഥ തന്നെയാണ്. അതായത് എല്ലാവർക്കും എല്ലാ ക്ലാസ്സിലും പോയി കാണാൻ പറ്റില്ല. പക്ഷെ ഇതാകുമ്പോ എല്ലാവർക്കും കാണാം. അതന്നെ. അപ്പൊ അന്നൊന്നും ഇങ്ങനെ സിനിമകൾ ഇറക്കിയിട്ടില്ല. അപ്പൊ ഇതിന് കാരണമായിരിക്കുന്നത് വിജയുടെ കരിയറിൽ ഇനി 2 സിനിമകളൊക്കെ ഉള്ളൂ. അപ്പോ കൂടുതലായിട്ട് ആഘോഷിക്കപ്പെടാൻ ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം. അതെന്തായാലും അതിനൊന്നും ഒരു മാറ്റമില്ല. കാരണം ആ ഒരു മൈൻഡിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക. അല്ല, നടക്കുവോ? നടക്കായി എന്താ പ്രശ്നം? വേറെ സിനിമകളൊന്നും സെപ്റ്റംബർ 5 ഇല്ല. അത് ധൈര്യപ്പെടില്ല. അത് വേറെ കാര്യം. അത് വേറെ അതതിന്റെ ഒരു സത്യം. അത് ട്രിബ്യൂട്ടായിട്ടൊന്നല്ല. ഇനിയിപ്പോ വേറെ വല്ല ലാംഗ്വേജ് സിനിമ വരുന്നുണ്ടെങ്കിലും അവരെടുക്കൂല. കാരണം ഇത്രേ ഉള്ളൂ. തമിഴ് സിനിമയിൽ അതെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് ഓടിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് പൈസ ഉണ്ടാക്കാന്ന് ഒരുത്തനും വിചാരിച്ചിട്ട് കാര്യമില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ ഇടയിൽ അതെ. അല്ലെങ്കിൽ ഇതിന് നെഗറ്റീവ് വന്ന് അത്രത്തോളം ട്രോളൊക്കെ വന്നിട്ട് അപ്പൊ വേണമെങ്കിൽ ചിന്തിച്ചോളി. അത് വേണമെങ്കിൽ ഇപ്പൊ അത് 5 ദിവസം കഴിഞ്ഞിട്ടോ 10 ദിവസം കഴിഞ്ഞിട്ടോ വേറെ സിനിമകൾ ചെയ്യും. ചിലപ്പോ റിലീസ് ഇറക്കും. അല്ലാണ്ട് 5-ാം തീയതി കൊണ്ട് വെക്കൂല, ഒരുത്തരും വെക്കൂല. അതേ ദിവസത്തില് വന്ന് ഒരാളും വെക്കൂല. ആർക്കും ധൈര്യം വരില്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു സത്യമായിട്ടുള്ള കാര്യം. എന്തായാലും ട്രെയിലർ വരാൻ പോകുന്നുണ്ട് നാളെ വൈകിട്ട് 5 മണിക്ക്, ഓഗസ്റ്റ് 17 സിനിമയുടെ ഭാവി നമുക്ക് ഏതാണ്ട് ഈ ട്രെയിലർ വെച്ച് പിടിക്കാം. നടക്കൂടാ? എന്താ കൂടാ? ഒന്നും പറയൂല. ഞാൻ പറയുന്നതിനൊക്കെ ഞാൻ ഒരുപാട് കമന്റുകൾ കേൾക്കുന്നുണ്ട്. അല്ല, സത്യം നമ്മളെ മറ്റുള്ളവരെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല, നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യം നമ്മള് നല്ല അത് ഈ മണ്ടത്തരായാലും കോൺഫിഡൻസോടെ പറയണം. പറയുന്നത് മണ്ടത്തരാണെങ്കിലും കോൺഫിഡൻസോടെ പറയാം. അതൊരു സത്യമുള്ള കാര്യം കേട്ടോ. കാരണം എന്താണെന്നറിയോ? ചിലപ്പോ നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പോൾ മണ്ടത്തരം ആയിരിക്കാം. ആയിരിക്കാം. അതങ്ങനെ തന്നെ അതെ. ഇപ്പൊ എല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത് എല്ലാം മണ്ടത്തരാന്ന് പറയാൻ പറ്റുമോ? പറയുമ്പോ ആ ഒരു ഒഴുക്കിന് പറയണം. അല്ലാണ്ട് അതിനകത്ത് നീ പലപ്പോഴും എന്നെ പോയിട്ടേ അത് മണ്ടത്തരാണ്. അതൊക്കെ മണ്ടത്തരമാണെന്നാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കണത്. ആവശ്യമില്ലാണ്ട് പല ആൾക്കാരും നമ്മൾ അങ്ങനെ പൊന്തിച്ചു വെച്ചിട്ടുണ്ട്. ഫിലോസഫിയുടെ ആവശ്യമുണ്ട് ഇവിടെ. ഒരു മനുഷ്യനും എപ്പോഴും മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ എല്ലാം ശരിയും പറയാറില്ല. അതൊരു സത്യം. ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ എല്ലാത്തിനും പറയുന്നത് എല്ലാത്തിനും ഈ ഒരു വീഡിയോയില് സത്യം എന്ന് പറയാ. അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം. അതെ, അത് തന്നെ വലിയ കള്ളത്തരം. ഏറ്റവും വലിയ മണ്ടത്തരമാ സത്യം. 5-6 കണ്ട് ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തന്നെ അത് നോട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ കാര്യത്തിലേക്ക് എന്തായാലും ഞാൻ എന്തായിരുന്നു പോയി ഇവിടെ എത്തിയപ്പോ എന്തോ പറയാനുണ്ടായിരുന്നു. പറയാൻ ഉദ്ദേശിച്ചത് മണ്ടത്തരങ്ങൾ പലതും പറഞ്ഞേക്കാം. ശരിയാണ്. അതായത് ഇതുവരെ പറഞ്ഞ ഇപ്പൊ ഈ വിജയന്റെ സിനിമകളിലെ ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ വെച്ചിട്ട്
കുറെ നമുക്കത് ഇഷ്ടപ്പെടാതെ വന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലപ്പം അടിപൊളിയായിരിക്കാം, അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നാളെ ട്രെയിലർ വരുമ്പം കിടിലൻ സാധനമായിരിക്കും ചിലപ്പോ. അപ്പം ഈ പറഞ്ഞ ഞാൻ തന്നെ ആയിരിക്കും ഇതും പറയുന്നത് അടിപൊളിയാണെന്നുള്ളത്. ഇനി കുറച്ച് നേരത്തിന് ഉണ്ടായിരിക്കട്ടോ. രഹസ്യം പറയാനുണ്ട്. സത്യത്തിൽ ടെൻഷൻ കാരണം, പേടി കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? അതായത് ഈ സിനിമ ഒരിക്കലും മോശമാവരുത്, ആ ലുക്കും മോശമാവരുത്. മോശമാകുമോ? ഇപ്പം കിട്ടിയതൊക്കെ വളരെ മോശമാണല്ലോ, അപ്പോൾ ഇത് നന്നാവണേ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറകിൽ ആളിങ്ങനെ പേടിച്ച് പറയുന്നൊരു സാധനമാണത്. നിങ്ങൾക്കൊക്കെ അങ്ങനല്ലേ? നെഞ്ചത്ത് കൈവച്ച് പറയണം. അതായത് വിജയനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിൽ, ഓഹ് ഈ ലുക്ക് ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്, പണിയാവുമോ, സിനിമ ഒട്ടിക്കോട്ടെ. അതായത് മെസ്സി ഫൈനലില് പെനാൽറ്റി അടിക്കാൻ വന്നു, ഓർമ്മല്ലേ? ഫ്രാൻസിനെതിരെ തോറ്റാലും വേണ്ടില്ല, ഈ ഗോളൊന്ന് വീണ് കിട്ടിയാൽ മതി എന്നല്ല മനസ്സിൽ തോന്നിയത്. അതുപോലെ ട്രോൾ ആവാതിരുന്നാൽ മതി എന്നുള്ളൊരു ചിന്ത കുറച്ച് ആൾക്കാരുടെ ഇങ്ങനെ മനസ്സിലില്ലേ, അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്നേഹം കൊണ്ടാണ്. സത്യമായിട്ടും അത് നമുക്ക്. നീ എന്തിനതുകൊണ്ട് ഞാൻ അവരോട് രഹസ്യം പറഞ്ഞു, നീ കേട്ടോ? ഞാൻ സത്യം പറഞ്ഞു. നീ കേട്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴും സത്യം പറഞ്ഞു. ആണല്ലേ? എന്തായാലും മറ്റൊരു സത്യം പറയാം. ഇത് സത്യം കൊണ്ടൊന്ന് കൊടുക്കുമല്ലോ. ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നുണ്ട്, അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. അതിന്റെ പോസ്റ്റർ റിയാക്ഷനിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. പോസ്റ്റർ കേട്ടോ, നല്ല അടിപൊളി ഒരു പോസ്റ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഇന്ന് ഞാനാ വാങ്ങാൻ പോകുന്നത്. അല്ല, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധനം വേറെ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ്, ഉള്ള കാര്യം പറയാം. പക്ഷെ അതായത് പോസ്, ഈ ഒരു പോസിങ്ങും ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന സാധനവും, പക്ഷെ ആ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, കളറിങ് കൊടുത്തിരിക്കുന്നത്, ആ ട്രെയിനിന്റെ ഒരു സെറ്റപ്പും ആ ഒരു സ്പീഡ് കാണിക്കുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സംഭവം എനിക്ക് അതാണ് ഇഷ്ടപ്പെടാത്തത്. അതായത് കൂറ തല്ലിപ്പൊളി അത്ര വേസ്റ്റ് വർക്കാണത്. അല്ല കേട്ടോ, നല്ല അടിപൊളി. കളറിങ് വളരെ മോശം, സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഒരു ട്രെയിലറിൻ്റെ അനൗൺസ്മെൻറ്റ്, ട്രെയിലർ എന്നുള്ളത് വ്യക്തമായിട്ട് കാണണം. ഇതിൽ എവിടെയാണ് കാണുന്നത്? കാണുന്നുണ്ട്, അത് കാണണം എന്നുള്ളത് കൊണ്ട് കണ്ടതാണ്. ഇത് ഫോളോ ചെയ്യുന്നവർ കാണും. നിന്റെ കണ്ണിൽ എന്നാടാ കുരുവാണോ ഇത്ര വലിയ വലുപ്പത്തിലുള്ള ട്രെയിലർ? ഓഗസ്റ്റ് 17 5 PM വരെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കി കാണുന്നതുകൊണ്ടാണ്. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന ആൾക്കാരില്ലേ സാധാരണ, ഇതിലൊന്നും വലിയ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാത്ത ആൾക്കാര് ഒറ്റടി കാണണം ട്രെയിലർ, ഇന്ന ദിവസം ഇന്ന സമയം. ഫാൻസ് അല്ലാണ്ട് ട്രെയിലർ ഒന്നും ആരും ഇതിങ്ങനെ ട്രെയിലർ എന്നാ നോക്കിക്കൊണ്ടിരിക്കൊന്നുമില്ല. ആര് പറഞ്ഞു? അതായത് ഇതിന്റെ ഇടയിൽ വേറെ ടീമുണ്ട്, ഇത് മുന്നിലേക്ക് വരും. അതായത് ഇത് കാത്തിരുന്ന് കാണുന്നവരും അല്ലാതെ മുന്നിലേക്ക് എത്തുമ്പോൾ കാണുന്നവരുണ്ട്. ആ മുന്നിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറ. അഭിപ്രായം ചോദിച്ചു വാങ്ങി തരാണല്ലേ? പറഞ്ഞു കൊടുത്തേക്കണേ പ്ലീസ്. സന്തോഷായില്ലേ? ഇപ്പൊ തന്നോളൂ, പറഞ്ഞു തന്നോളൂ. എന്താണെങ്കിലും നാളെ 5 മണിക്ക് സാധനം എത്തും. ഒഫീഷ്യൽ ട്രെയിലർ എത്തും. തകർക്കാം. അവിടുന്നാണ് തീ, ഇനിയാണ് തീ. തകർക്കാം എന്നുള്ള പ്രതീക്ഷ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ വെക്കുമ്പോഴും ചെറിയൊരു ഏരിയ ഉള്ളിലുണ്ട്. പക്ഷേ ഈ വർക്ക്, ഈ എഡിറ്റിംഗ് വളരെ മോശം തന്നെയാണ് കേട്ടോ. വിട്ടില്ലല്ലേ? അതിൽ വിട്ടുവീഴ്ചയല്ല. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ 17-ാം തീയതി, അതായത് നാളെ 5 മണിക്ക് വരും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ തീരുമാനമാവും. പക്ഷേ ഈ ഒരു വർക്ക് ആ കാര്യത്തിൽ വീണ്ടും പേടിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഒരു മൈൻഡെങ്കിൽ എന്നുള്ളൊരു സാധനം മനസ്സിൽ കളിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ സംഭവങ്ങൾ അങ്ങനെ ഇറക്കിക്കൊണ്ടുവരുന്നത്. ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. ഇതിപ്പോ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ സാധനത്തിൽ പോണ പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു, ആ ഒരു കളർ ഗ്രേഡ് തന്നെയായിരിക്കും അവരുടെ സിനിമ റിലീസ് ചെയ്യുന്നോടം വരെ അവർ കൊടുക്കുന്ന ഓരോ പോസ്റ്ററിനും എല്ലാത്തിനും. ഇതിൽ സ്റ്റൈലുണ്ട്. അതായത് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മല്ലേ? അതായത് ഇവരാ കാറിന്റെ മുകളിലൂടെ അതിന് ഇതേപോലെ വര 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 വര, അതായത് സ്പീഡിൽ എന്തൊക്കെയാ പോകുന്നതിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ മോശം പോസ്റ്റർ ആയിരുന്നു വർക്ക് അല്ലേ? അതുപോലെ അതിനുശേഷം പിന്നെ നല്ലത് വേറൊരു സമയത്ത് വന്നു, പക്ഷെ അതിനുശേഷം മോശം വന്നു. അതായത് ഒന്നിനും ഒരു സ്ഥിരത അല്ല. പിന്നെ ഗ്ലിംസ് വളരെ നല്ലതായിരുന്നു, സിംഗിൾസ് വളരെ മോശമായിരുന്നു. സിംഗിൾസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വളരെ അടിപൊളിയായിരുന്നു. സ്നേഹന്റെ കൂടെ സൂപ്പറായിരുന്നു. എന്താണെങ്കിലും മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. 69
ഈ പോസ്റ്ററിന്റെ ഈ ബാക്കിലേക്ക് ഗൺ പോയിന്റ് നിർത്തുന്ന പോക്കിരിയിലുള്ള സംഭവം കേട്ടോ. പോക്കിരിയിലുണ്ട്, മറ്റേ തുപ്പാക്കിയിലുണ്ട്, അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാം ഉണ്ടാവും അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ 69 പറയുന്നതിന് തൊട്ട് മുന്നേ പറയേണ്ട ഒരു കാര്യമാണ് മറ്റേ തല എന്ന് പറഞ്ഞാൽ ധോണി സിനിമയില് ഉണ്ടെന്നൊക്കെയാണ് ഒരു സ്ക്രീൻഷോട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് എഡിറ്റഡ് ആണോ ഒറിജിനലാണോന്ന് അറിഞ്ഞുകൂടാ. എന്താ ലീക്കല്ലേ, അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. പക്ഷെ സംഭവം കാമ്യം ഉണ്ട് എന്നുള്ളതാണ്. അത് അതിന് മുൻപും കാമ്യം ഉണ്ട് എന്നുള്ളത് ഏതാണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര വലിയ ഉറപ്പിക്കൽ എന്ന് പറയാനും പറ്റുന്നില്ല. പക്ഷെ വേറെ കാര്യം കേട്ടോ, അതായത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാമ്യൂസ് വരുന്ന സിനിമ മേ ബി ഇതാവാട്ടോ. നമ്മള് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ലിയോ റിലീസ് ആവാൻ നേരത്ത് ലിയോന്റെ റിലീസിന്റെ ഒക്കെ മുന്നേ അല്ലെങ്കിൽ ഷൂട്ടിന്റെ ഒക്കെ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ കാമിയോസ് വന്നുകൊണ്ടിരുന്നത്. ഇന്ന ആള് വരുന്നുണ്ട്, അടുത്ത ആള് വരുന്നുണ്ട്, എത്രയോ കാമിയോസ് പറഞ്ഞു സിനിമയിൽ അത്രയും വരുന്നില്ലായിരുന്നു. കഴിഞ്ഞ സിനിമയിൽ സംഭവിക്കേണ്ടത് ഈ സിനിമയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്തോരം കാമിയോസാ. അതും ഈ കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്ററിൽ തന്നെ ഉണ്ട് ഒരു പട ടീംസ്. ഇനി അതിനകത്തേക്ക് വേറെ കാമിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ധോണി ഉറപ്പൊന്നുമല്ല, ഉണ്ടോന്നാണ് കേൾക്കുന്നത്. ഇത്രേ ഉള്ളൂ, പ്രാർത്ഥന ഇത്രേ ഉള്ളൂ. എല്ലാവരും കാമിയോസ് വന്നിട്ടേ അതിലൊരു കാമിയോ മാത്രം ആവരുത് വിജയ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. 2.5 മണിക്കൂർ സിനിമ മൊത്തം കാമിയോസ്, 5 മിനിറ്റ് വിജയ്, എന്നിട്ട് വിജയ് സിനിമ എങ്ങനെയുണ്ട് പണ്ണലെന്ന് വെങ്കട് പ്രഭു. നാട്ടുകാരെല്ലാവരും കയറി ഒരു വണ്ണലുണ്ടാവും, അത്രേ ഉള്ളു അതിനകത്ത്. എന്താണെങ്കിലും പിന്നെന്താ, അല്ലെങ്കിൽ തന്നെ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ വെങ്കട് പ്രഭു അനുഭവിക്കാൻ പോണത് വേറെ ലെവലായിരിക്കും. ഇനി വന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, വെങ്കട് പ്രഭുവിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത, ആളുടെ പൊളിഞ്ഞതായിട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കിക്കോ, കസ്റ്റഡി വിടുക അത് മാറ്റേ. അല്ലാത്ത സിനിമകളൊക്കെ ഒരു വെറൈറ്റിക്ക് ശ്രമിച്ചിട്ട്, ഇപ്പൊ മാസ് ഇതൊക്കെ വെറൈറ്റിക്ക് ശ്രമിച്ചിട്ട്, അതായത് തൻ്റെ മറ്റുള്ള സിനിമകളുമായിട്ട് ഒരേ രീതിയിൽ ഒരു സേഫ് സോണിൽ നിന്നുള്ള കളിയല്ല വെങ്കട് പ്രഭു എന്നുള്ളത്. മാറ്റി മാറ്റി പിടിച്ചിട്ട് അതിൽ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ഇത് പരാജയപ്പെടുന്നത് അല്ലേ. എന്ന് അപ്പോൾ വെറൈറ്റിക്ക് ശ്രമിച്ചിട്ട് പൊട്ടുന്നതാണത്, അല്ലാതെ സേഫ് സോണിൽ നിന്ന് ഒരേപോലുള്ള കളികൾ നിന്ന് കളിക്കുന്നതിൽ പൊട്ടുന്നതല്ല. അപ്പോൾ രണ്ടും ഡിഫറൻസ് ഉണ്ടല്ലേ. ഡിഫറൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ പൊട്ടിയ വിവരം അറിയാം, അത്രേ ഉള്ളൂ. ഡിഫറൻസ് ഒക്കെ അവിടെ ഇരിക്കുള്ളൂ, എന്ത് ഡിഫറൻസ് ഉണ്ടെങ്കിലും. അതിപ്പോ ഉള്ളത് പോലെ തന്നെ നമ്മൾ പറയും, പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കും വിജയുടെ കരിയറിൽ ഇത്രയും ഗംഭീരമായ ഒരു വെറൈറ്റി സിനിമ, അതായത് മാറ്റിപ്പിടിക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ പരിപാടി ഇതായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല അഭിപ്രായം കിട്ടുന്നത് ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സിലെ ഒരു ഇൻഡ്യൂഷൻ പറയുന്നത്. ഇവിടെ താത്ത വരാറ് ഇൻഡ്യൂഷനല്ലേ, ഒരു ബാർക്കിംഗ് ഡോഗ്സ് വരണം. ഇൻഡ്യൂഷനൊക്കെ കൊള്ളാം, അത് അത്രേ ഉള്ളൂ അല്ലേ. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാം എല്ലാത്തിനും കടിച്ചു കയറുന്ന ഒരു ബാർക്കിംഗ് ഡോഗ്സ് വരുന്നത്. അപ്പൊ ബാക്കിൽ വന്നിട്ട് ഞാനാണ് ആ പട്ടിയെ പ്രതീക്ഷിച്ചപ്പോ പൂച്ച. അതടക്കട്ടെ. അപ്പൊ നമ്മുടെ 69 കുറിച്ച് പറയാം. എച്ച് വിനോദ് ന്യൂസ് 80 ചാനലിന്റെ അതിൽ ആള് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. ദളപതി 68 എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, 69 എച്ച് വിനോദ് തന്നെ സംവിധാനം ചെയ്യും എന്നുള്ളത് ആള് തന്നെ കൺഫേം ചെയ്തിരിക്കുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കില്ല, ഇതൊരു പക്ക എന്റർടൈനർ മൂവി ആയിരിക്കും എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ സിനിമ ആയിരിക്കും. അത് എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ. വെങ്കട് പ്രഭുവിനെ പേടിക്കുന്നതിനേക്കാൾ അപ്പുറം എച്ച് വിനോദിനെ പേടിക്കണം. അല്ല, വേറൊരു കാര്യമുണ്ട്, എച്ച് വിനോദ് ഇനി ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് വരുമ്പോ നന്നായിട്ട് ഭയക്കേണ്ടിയിരിക്കുന്നു. എല്ലാം കൊമേഴ്ഷ്യൽ തന്നെയല്ലേ. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ പോലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല, അതാണ് എക്സ്പെരിമെന്റൽ സംഭവം പിടിക്കാറില്ല. തുനിവ് അതേപോലെയൊക്കെ ആയാലാണ്. അതെ, അച്ഛൻ്റെ കൂടെ എല്ലാം ചെയ്തിട്ട് ഒരു വരവുണ്ട് വിജയന്റെ അടുത്തേക്ക്. എല്ലാരും ഇപ്പൊ അതാണോ ചെയ്യുന്നത്. ഇപ്പം ഇതാ നമ്മുടെ വെങ്കട് പ്രഭു അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. എന്താണെങ്കിലും നല്ല സിനിമ ആവട്ടെ, നല്ലൊരു സ്റ്റോറി ആവട്ടെ, എന്തായാലും ആഘോഷിക്കാൻ. അതായത് അവസാനത്തെ സിനിമ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് സിനിമാ ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ അതൊരു ആഘോഷമാക്കാനുള്ളൊരു സാധനമായി മാറട്ടെ, അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.